ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു വീക്ക് ഡേയിലെ കുറച്ച് വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. രാവിലത്തെ ഡെയിലി പ്ലാനിങ്ങും ബാക്കി വരുന്ന കുക്കിങ്ങും ക്ലീനിങ്ങും സ്റ്റഡി ടൈം, അത് കഴിഞ്ഞുള്ള കുറച്ച് ഷോപ്പിംഗ്, അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെയായിട്ട് നല്ലൊരു വ്ളോഗായിരിക്കും. അപ്പം നിങ്ങൾ കണ്ടു നോക്കുക. അടുത്ത ദിവസം കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. അതുകൊണ്ട് തന്നെ ഡെയിലി വാക്കിങ്ങിനൊന്നും പോയിട്ടില്ല. അപ്പോൾ സാധാരണ റുട്ടീനിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡേ ആണ്. ഇത് കുറച്ച് മുന്നേ എടുത്തൊരു വ്ളോഗാണ് കേട്ടോ. ഈ പൂജ അവധിക്കൊക്കെ മുന്നേ എടുത്തൊരു വീക്ക് ഡേയിലെ വ്ളോഗാണ്. ഈ ദിവസങ്ങളിലെല്ലാം തന്നെ നല്ല മഴയായിരുന്നല്ലോ. പിന്നെ രാവിലെ തന്നെ പെട്ടെന്ന് അന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊന്ന് എഴുതി വെച്ചു. ഇങ്ങനെ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്നത് എനിക്കൊരു ഹാബിറ്റാണ്. ചില സമയത്ത് നല്ല സമയമുള്ളപ്പോൾ അത് ടൈം ബ്ലോക്കിംഗ് ഒക്കെ വെച്ച് ചെയ്യാറുണ്ട്. അതുപോലെ പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. എല്ലാം ചെയ്യലുണ്ട്. പക്ഷേ അന്നത്തെ ദിവസം സിമ്പിളായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്, കുക്കിങ്ങിൽ, ക്ലീനിങ്ങിൽ, കുട്ടികളുടെ സ്റ്റഡി ടൈമിൽ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ നോട്ട്സ് ചെയ്യാനുണ്ട്, പിന്നെ സെൽഫ് കെയർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനത്തെ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ. നല്ലൊരു തിരക്ക് പിടിച്ചൊരു ദിവസമാണ് അന്ന്. ഹോസ്പിറ്റലിൽ ഉച്ച കഴിഞ്ഞൊന്ന് പോകാനുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ എന്തുമാത്രം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉറപ്പൊന്നുമില്ല. എന്തായാലും അതൊക്കെ ഒന്ന് എഴുതി വയ്ക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പോയി ഒരു ലോഡ് തുണിയൊന്ന് അലക്കാനിട്ടു. അത് കഴിഞ്ഞ് പെട്ടെന്ന് പോയി ബെഡൊക്കെ ഒന്ന് വിരിച്ചിട്ടു. സാധാരണ ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചെയ്തിടുന്നതാണ്. അന്നത്തെ ദിവസം ഏകദേശം റുട്ടീനൊക്കെ താളം തെറ്റിയോണ്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ടു ഡു ലിസ്റ്റും എനിക്ക് ചെയ്തപ്പോഴാണ് ഒരു സമാധാനം കിട്ടിയത്. പിന്നെ നേരെ കിച്ചണിലോട്ട് വന്നു. കിച്ചണിൽ എനിക്ക് കുറച്ച് എളുപ്പപ്പണിയാണ്. അതായത് ഇടിയപ്പം ഓൾറെഡി ഉണ്ടാക്കിയത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. പിന്നെ പെട്ടെന്ന് ഒരു മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. ബാക്കി കടല അങ്ങനത്തെ സംഭവങ്ങളൊന്നും വെള്ളത്തിലിട്ടിരുന്നില്ല. ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാൻ തന്നെയാണ് കേട്ടോ വിചാരിച്ചിരുന്നത്. അപ്പോൾ പെട്ടെന്ന് മുട്ടക്കറി ആക്കിയെടുത്താൽ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ ഏകദേശം കഴിയുമല്ലോ. അപ്പോൾ മുട്ടക്കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇടിയപ്പം ഒന്ന് ചൂടാക്കിയെടുക്കണം. ഞാൻ ഓവനിലാണ് ചൂടാക്കിയെടുത്തത്. നേരം വൈകിയോണ്ട് തന്നെ വേറെ പണിക്കൊന്നും പോയില്ല. പെട്ടെന്ന് അതും കൂടി ചൂടാക്കിയെടുത്താൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മുട്ടക്കറി വിളമ്പിയെടുത്തു. പിന്നെ ചായക്ക് വെള്ളം വെച്ചു. പിന്നെ കുറച്ച് കടല വേവിച്ചത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിങ്ങനെ വെറുതെ സാലഡ് പോലെ എടുത്താൽ എല്ലാവരും കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലതാണല്ലോ, പ്രോട്ടീനാണല്ലോ. ഇവിടെ കുട്ടികൾക്ക് മുട്ടക്കറി അത്ര ഇഷ്ടമല്ല. മോന് ആദ്യം മുട്ട കഴിച്ചിരുന്നു, ഇപ്പം അതുമില്ല. അപ്പോൾ അവർക്ക് മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് നമ്മൾ മുട്ട കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കടല ഒന്ന് വെറുതെ സാലഡ് പോലെ ഇടുവാണെങ്കിൽ അത് പെറുക്കി തിന്നുവാണെങ്കിൽ കുറച്ച് പ്രോട്ടീൻ അങ്ങനെ കിട്ടുമല്ലോ. അങ്ങനെ ഇതാ ചായയും റെഡിയാവുന്നുണ്ട്. ഞാൻ മിക്കവാറും ചായ കുടിക്കുന്ന സമയത്താണ് പേപ്പർ വായിക്കുന്നത്. അതെൻ്റെ ഒരു ഹാബിറ്റാണ്. എനിക്കതൊരു എൻ്റെ ഒരു ഹാപ്പി ടൈമാണ് കേട്ടോ. അത്രയും നേരത്തെ തിരക്ക് കഴിഞ്ഞ് ആ ചായയും പേപ്പറും കൂടി വായിച്ചിരിക്കുമ്പോൾ ഒരു റിലാക്സിങ് ടൈമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പിന്നെ മോൻ കുറച്ച് നേരം നോട്ട്സ് എഴുതുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കൂട്ടത്തിലിരുന്നു. അതുപോലെ ക്ലാസ് ടൈം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിലിരിക്കും. അപ്പോൾ 8:45 തൊട്ട് 12:15 വരെ ക്ലാസ്സാണ്. ബ്രേക്സ് ഉണ്ടാവും ഇടയിൽ. എന്നാലും ഏകദേശം ആ ഒരു സമയം മൊത്തം അവരുടെ ഒരു ക്ലാസ് ടൈമാണ്. അപ്പോൾ ഞാൻ അവന് ഒരു ടു ഡു ലിസ്റ്റ് പോലെ ഞാൻ എഴുതിയതാണ്. അതായത് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല അവർ ഏതൊക്കെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്തു എന്ന്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ടു ഡു ലിസ്റ്റ് അവർക്കും സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. യാത്രി पर्यटन केंद्र. ओके.
അങ്ങനെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ അംഗമൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞാണ് നമ്മൾ കിച്ചണിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ടു ഡു ലിസ്റ്റിൽ ഫിഷ് കറിയൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ നമുക്ക് പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ക്യാൻസൽ ചെയ്ത് ഫ്രിഡ്ജിനകത്ത് സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു കായ മെഴുക്കുവരട്ടി ഉണ്ടാക്കുകയാണ്. ബാക്കി നമുക്ക് വേപ്പില ചമ്മന്തി, പപ്പടം, ഓംലെറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തട്ടിക്കൂട്ടി എടുക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ കായ മെഴുക്കുവരട്ടി റെഡിയായാൽ ഊണിൻ്റെ പരിപാടികൾ സെറ്റായി. ആസ് യൂഷ്വൽ മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് എഗ്ഗ് കൊടുക്കുകയാണ്. 2 ബുൾസയും അതുപോലെ 2 ഗ്ലാസ് പാലും റെഡിയാക്കി എടുത്താൽ അവരുടെ ഒരു വിശപ്പങ്ങ് മാറും ആ സമയത്ത്. അതുപോലെ ഞാൻ കുറച്ച് റേസിൻസ് കഴിക്കുകയാണ്. അപ്പോൾ അടിച്ചു വരാനൊക്കെ അന്ന് മടിയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ റോബോട്ടിനെ ഒന്നിട്ട് ഓടിക്കാമെന്ന്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ റോബോട്ടിന് ചാർജില്ല. അപ്പോൾ അത് ചാർജ് ചെയ്യാൻ വെച്ചു. അപ്പോൾ അതിന് ശേഷം കുറച്ചൊന്ന് ഓണാക്കി വിടുവാണെങ്കിൽ അത്യാവശ്യം ഒന്ന് വൃത്തിയിൽ കിടന്നോളുമല്ലോ. അപ്പോൾ കിഡ്സ് റൂമിൽ ഞാൻ പിക്കപ്പ് ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ കിഡ്സ് റൂമിൻ്റെ ഒരു അവസ്ഥ ഇതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ ഒന്ന് ഒതുക്കിയിടാണ്. ഒരു മൂടുണ്ടെങ്കിൽ കുട്ടികൾ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറഞ്ഞാലും അവരിങ്ങനെ ചെയ്യാതെ പോകും. അതിപ്പോൾ ഇനിയിപ്പോൾ നമ്മളുടെ ഒരു ഡ്യൂട്ടിയാണല്ലോ, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ അവർക്കൊരു താല്പര്യം അനുസരിച്ച് അവർ ചെയ്യും അല്ലേ. പിന്നെ അതാ കുറച്ച് ഗ്രീൻ ടീ ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ച് പിന്നെന്താ ഞാനൊരു ഗ്രീൻ ടീ ഒക്കെ കുടിച്ചു. അങ്ങനെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ നമുക്ക് ആ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യം കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ തൊട്ടടുത്തുള്ള മോളിൽ പോയി നിന്നു. അപ്പം കുറേ അധികം സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അവിടെ നിന്ന് സാധാരണ നമ്മളെന്തെങ്കിലും പോകും, വാങ്ങും, പോരും അല്ലേ. ഇത് കുറച്ച് നേരം തന്നെ നമുക്കവിടെ കറങ്ങി നടക്കാനുള്ളൊരു ടൈം കിട്ടി. അപ്പം ഞാനത് നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പം നിങ്ങൾക്കും കുറച്ച് വിഷ്വൽസ് എടുത്തു നിങ്ങൾക്കും അതൊക്കെ കാണാമല്ലോ. ഇത് കൊച്ചി തന്നെയുള്ള ഹോം ടൗൺ എന്ന് പറയുന്ന ഒരു ഷോപ്പാണ്, സെൻറ്റർ സ്ക്വയർ മോളിലുള്ള. അപ്പോൾ ഇടയ്ക്ക് നമ്മളിവിടെ പോവാറുണ്ട്. അപ്പോൾ കുറേ നാളായിട്ട് കളക്ഷൻസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഒരുപാട് മോഡൽസ് എല്ലാ ഐറ്റത്തിലും ഫേർണിച്ചറിലൊക്കെ ഒരുപാട് നല്ല നല്ല മോഡൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്തു. പിന്നെ കുറച്ച് ഡ്രസ്സാണ്, കുറച്ച് ടീഷർട്ട്സൊക്കെയാണ് പിന്നെ സെലക്ട് ചെയ്തത്. പിന്നെ എനിക്ക് എടുത്തത് ഗോ കളേഴ്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സ്ട്രെയിറ്റ് കട്ട് പാൻറ്റില്ലേ, അത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള പാൻറ്റ്സ് കിട്ടിയായിരുന്നു. പിന്നെ മോൾക്കൊരു ജോഗേഴ്സ് കൈൻഡ് ജീൻസിൻ്റെ ഒരു പാൻറ്റും കൂടി സെലക്ട് ചെയ്തു. പിന്നെ ഞങ്ങളൊരു കോഫി ഷോപ്പിൽ പോയെങ്കിലും കോഫി കുടിച്ചില്ല, ചായ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് വേറൊരു ഷോപ്പിൽ പോയി ചായയും പഫ്സുമാണ് കേട്ടോ കഴിച്ചത്. പിന്നെ നമ്മൾ തിരിച്ച് വന്ന് നല്ലോണം ഒന്ന് റെസ്റ്റ് ചെയ്തു. കാരണം ഉച്ച സമയത്ത് കുറേ നേരം പുറത്തായിരിക്കുമ്പോൾ നമുക്കൊരു ടയർഡ്നെസ് ആണല്ലോ. അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ ടു ഡു ലിസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ പെൻഡിങ് ഉണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു ടൈമിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു റീഡിങ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഒന്ന് റീഡ് ചെയ്യാം. റോബിൻ ശർമ്മയുടെ ദ മോങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെറാറി എന്ന് പറയുന്ന ബുക്കാണ് കേട്ടോ ഞാൻ വായിക്കുന്നത്. സെൽഫ് ഹെൽപ്പ് മോട്ടിവേഷണൽ കൈൻഡ് ഓഫ് ബുക്സ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നല്ല ഇഷ്ടമാവും. അതല്ല, ഫിക്ഷനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനത്തെ ബുക്സ് ഇഷ്ടമാവുമെന്ന്. പക്ഷെ നല്ലൊരു ബുക്കാണ് കേട്ടോ, ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നത്തെ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളുടെ പ്ലാനിങ്ങിൽ കുറേ കാര്യങ്ങളൊക്കെ നടന്നു, കുറേ കാര്യങ്ങളൊക്കെ മിസ്സായി. എന്തായാലും നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു. പ്രത്യേകിച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു സന്തോഷമുള്ള ദിവസമായിരിക്കുമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഒരു ചെറിയ വ്ളോഗായിരുന്നു. എന്തായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം. അതുവരേക്കും ബൈ.